നമസ്കാരം. നമ്മളിൽ പലരും സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് ചില ആളുകൾ മാസം തോറും ചെറിയ തുക മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് വർഷങ്ങൾക്കു ശേഷം വലിയൊരു വെൽത്ത് ബിൽഡ് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം, റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടും ചിലർക്ക് എങ്ങനെയാണ് എല്ലാ മാസവും ഒരു സാലറി പോലെ കൃത്യമായി ഇൻകം കിട്ടുന്നത്? ഈ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം വളരെ ലളിതമായി രണ്ട് വാക്കുകളാണ്: SIPയും SWPയും. SIPയെ കുറിച്ച് നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകും. പക്ഷേ SWP എന്താണെന്ന് അറിയുന്നവർ വളരെ കുറവാണ്. പലർക്കും SIP തുടങ്ങണമെന്നറിയാം, പക്ഷേ എപ്പോൾ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, പിന്നീട് ആ പണം എങ്ങനെ ഉപയോഗിക്കണം എന്നതിലാണ് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കഴിഞ്ഞാൽ SIP എന്താണെന്നും SWP എന്താണെന്നും ഏതാണ്ട് എപ്പോൾ ഉപയോഗിക്കേണ്ടതെന്നും ഇവ രണ്ടും ചേർന്ന് എങ്ങനെ ഒരു സ്ട്രോങ് ഫിനാൻഷ്യൽ ജേണി ഉണ്ടാക്കാമെന്നതുമെല്ലാം വളരെ സിമ്പിളായി നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ പേര് സാദിഖ്. വെൽക്കം ടു സാദിഖ് ടോക്സ്. ആദ്യം നമുക്ക് SIP എന്താണെന്ന് ലളിതമായിട്ട് നോക്കാം. SIP എന്നാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നാണ് യഥാർത്ഥ അർത്ഥം. ഒരു വലിയ തുക ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസവും കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണിത്. അത് 500 രൂപയാകാം, 1000 രൂപയാകാം, അല്ലെങ്കിൽ 5000 രൂപയാകാം. നിങ്ങളുടെ ബജറ്റിന് അനുയോജ്യമായൊരു തുക തിരഞ്ഞെടുക്കണം. ഒരു നെറ്റ്ഫ്ലിക്സിൻ്റെയോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും OTP പ്ലാറ്റ്ഫോമിൻ്റെ പോലെ സബ്സ്ക്രിപ്ഷൻ പോലെ കരുതിയാൽ മതി ഇതിനെ. എല്ലാ മാസവും നിങ്ങൾ നിശ്ചയിക്കുന്ന ഡേറ്റിൽ അക്കൗണ്ടിൽ നിന്ന് മണി ഓട്ടോമാറ്റിക്കായി മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ആകും. അതായത് ഓട്ടോ ഡെബിറ്റ്. അത്ര തന്നെ. പക്ഷേ ഇവിടെ ഒരു ചോദ്യം: മാർക്കറ്റ് താഴുമ്പോഴാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതോ മാർക്കറ്റ് ഉയരുമ്പോഴാണോ? ഇതാണ് മിക്ക ബിഗിനേഴ്സിനും ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ സംശയം. ഇനി ഇതിലൊരു രസകരമായ കാര്യമുണ്ട്. മാർക്കറ്റ് എല്ലാ ദിവസവും ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത്. ചില മാസങ്ങളിൽ മാർക്കറ്റ് ഉയരും, മറ്റു ചില മാസങ്ങളിൽ മാർക്കറ്റ് താഴിട്ട് പോകും. മാർക്കറ്റ് താഴുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതേ തുകക്ക് കൂടുതൽ യൂണിറ്റ് കിട്ടും. മാർക്കറ്റ് ഉയരുമ്പോൾ കുറച്ച് യൂണിറ്റ്സ് മാത്രമേ ലഭിക്കൂ. ഇങ്ങനെ വർഷങ്ങളോളം തുടർച്ചയായി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആവറേജ് ബൈയിങ് പ്രൈസ് ബാലൻസ് ആയി വരും. ഇതിനെയാണ് റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറയുന്നത്. SIPയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജുകളിൽ ഒന്നാണിത്. അപ്പോൾ എന്തുകൊണ്ടാണ് SIP ഇത്രയും പോപ്പുലർ ആകുന്നത്? ആദ്യത്തെ കാരണം, വലിയ തുകയുടെ ആവശ്യമില്ല. പല മ്യൂച്വൽ ഫണ്ടിലും വെറും 500 രൂപ മുതൽ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് തുടങ്ങാം. രണ്ടാമത്തെ കാര്യം, ഇത് ഒരു സേവിംഗ് ഹാബിറ്റ് നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കും. മാസം തോറും ഒരു ഓട്ടോമാറ്റിക്കായി ഒരു മണി ഇൻവെസ്റ്റ് ആകുന്നത് കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഓർത്തു വെക്കേണ്ട കാര്യവുമില്ല. മൂന്നാമത്തേത്, മാർക്കറ്റ് ടൈമിനെ കുറിച്ചുള്ള ടെൻഷൻ വേണ്ട. മാർക്കറ്റ് കുറച്ചുകൂടി താഴുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം, ഇനി കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ ചിന്തിച്ച് പലരും വർഷങ്ങൾ പാഴാക്കാറുണ്ട്. പക്ഷേ സത്യത്തിൽ മാർക്കറ്റ് എപ്പോഴാണ് ടോപ്പിലും എപ്പോഴാണ് ബോട്ടമിലും എന്ന് ആർക്കും കൺസിസ്റ്റന്റ്ലി പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. SIP ആ ടെൻഷൻ മുഴുവൻ ഒഴിവാക്കി തരും. മറ്റൊരു വലിയ ബെനിഫിറ്റ് കോമ്പൗണ്ടിങ് ആണ്. ഇതാണ് പലരും മണി മേക്കിംഗ് മണി എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺസ് പോലും വീണ്ടും ഇൻവെസ്റ്റ് ആകുന്നു. പിന്നീട് ആ റിട്ടേൺസിന് വീണ്ടും റിട്ടേൺസ് ലഭിക്കും. ഇങ്ങനെ വർഷങ്ങൾ കഴിയുന്തോറും നിങ്ങളുടെ വെൽത്ത് വളരുന്ന സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വാറൻ ബഫറ്റ് അടക്കമുള്ള പല സക്സസ്ഫുൾ ഇൻവെസ്റ്റേഴ്സും ടൈം ഇൻ ദ മാർക്കറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ടൈമിംഗ് ദ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് SWP എന്താണെന്ന് നോക്കാം. SWP എന്നാൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. പേരിൽ തന്നെ ഇതിന്റെ ആശയം വ്യക്തമാണ്. SIPയിൽ നിന്ന് നമ്മൾ എല്ലാ മാസവും മണി അകത്തോട്ടിടുന്നു. SWPയിൽ നമ്മൾ എല്ലാ മാസവും മണി പുറത്തോട്ടെടുക്കുന്നു. ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം നമുക്കിത്. നിങ്ങൾ വർഷങ്ങളായി SIP ചെയ്ത് 20 ലക്ഷം ബിൽഡ് ചെയ്ത് എന്ന് കരുതുക. ഇനി ആ 20 ലക്ഷം മുഴുവനായും ഒറ്റയടിക്ക് വിഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ഓരോ മാസവും 15,000 അല്ലെങ്കിൽ 20,000 രൂപ റെഗുലറായി വിഡ്രോ ചെയ്യാം. ബാക്കിയുള്ള തുക മ്യൂച്വൽ ഫണ്ടിൽ തന്നെ തുടരും. അതുകൊണ്ട് ആ തുക വീണ്ടും വളരാനുള്ള സാധ്യതയും നിലനിൽക്കും. അതായത് ഒരു സാലറി ഇല്ലെങ്കിൽ സാലറി പോലെ മന്ത്ലി ക്യാഷ് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ SWP നിങ്ങളെ സഹായിക്കും.
SWP പ്രധാനമായി ഉപയോഗിക്കുന്നത് റിട്ടയറീസ് ആണ്. റിട്ടയർമെന്റ് കഴിഞ്ഞാൽ റെഗുലർ സാലറി നിലനിൽക്കും. പക്ഷേ വീട്ടു ചെലവുകൾ, മെഡിക്കൽ എക്സ്പെൻസസ്, ഇലക്ട്രിസിറ്റി ബിൽ, ഡെയിലി എക്സ്പെൻസസ് ഒന്നും നിങ്ങളുടെ, അതായത് യൂട്ടിലിറ്റി ബിൽസ് ഒന്നും നിൽക്കുന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് എല്ലാ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്താൽ കൃത്യമായി സാലറി ലഭിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പാരൻസിനും അതുപോലെ പാസീവ് ഇൻകം ആഗ്രഹിക്കുന്നവർക്കും SWP വളരെ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അമിതമായി തുക മാസം തോറും വിഡ്രോ ചെയ്താൽ നിങ്ങളുടെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റ്മെന്റ് വേഗത്തിൽ കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിഡ്രോവൽ എമൗണ്ട് എപ്പോഴും പ്ലാനിങ്ങോടെ തീരുമാനിക്കണം. ഇനി SIPയും SWPയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഒരു സെന്റൻസിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. SIP മണി ഇൻ, വെൽത്ത് ബിൽഡ് ചെയ്യാൻ. SWP മണി ഔട്ട്, ബിൽഡ് ചെയ്ത വെൽത്ത് ഉപയോഗിക്കാൻ. ഇവ രണ്ടും തമ്മിൽ ഒരു മത്സരമല്ല. വാസ്തവത്തിൽ ഇവ രണ്ടും ഒരേ ജേണിയുടെ രണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളാണ്. ആദ്യം SIP വഴി വെൽത്ത് ബിൽഡ് ചെയ്യാം. പിന്നീട് ആവശ്യമുള്ള സമയത്ത് SWP വഴി ആ വെൽത്ത് ഉപയോഗിക്കുക. ഇനി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു സൈഡ് വ്യൂ ചോദിച്ചാൽ SIP ആണോ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഇതിൽ പറയുന്ന പോലെയുള്ള റിട്ടേൺസ് കിട്ടുമോ, എന്തെങ്കിലും സ്കാം ആണോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം വരാം. സത്യത്തിൽ SIP ഒരു ഗുളികയോ മാജിക്കോ അല്ല. മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ കുറയുന്നതായി കാണാം. അത് കണ്ട് പേടിച്ച് പണം പിൻവലിക്കുന്നവർക്ക് ചിലപ്പോൾ നഷ്ടം വന്നേക്കാം. അത് മനസ്സിലാകാതെ ഉയർന്ന റിട്ടേൺസ് മാത്രം പ്രതീക്ഷിച്ചു വരുന്നവർക്ക് ഒരുതരം മിഥ്യാധാരണയാണത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, ഞാനിവിടെ പറഞ്ഞത് ഇതിൽ ഒരു വർക്കിംഗ് മോഡലാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറുമായി ഡിസ്കസ് ചെയ്ത് മാത്രം തീരുമാനിക്കുക. ഓർക്കുക, ഇൻവെസ്റ്റ്മെന്റ് എന്നത് ഓവർനൈറ്റ് റിച്ച് ആകാനുള്ള ഒരു കുറുക്കു വഴിയല്ല. സ്മോൾ എമൗണ്ട്സ്, കൺസിസ്റ്റൻസി, പേഷ്യൻസ്, ഈ 3 കാര്യങ്ങൾ മാത്രം വർഷങ്ങളോളം പാലിച്ചാൽ വലിയ വെൽത്ത് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ ഒരു ലൈക്ക് ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിലേക്കും ആരെങ്കിലും സേവ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലേക്കും ഇത് ഷെയർ ചെയ്യുക. ഫിനാൻസ്, സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്സ്, പേഴ്സണൽ ഫിനാൻസ് എന്നിവയെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ മലയാളത്തിൽ അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.